ഹലോ, ഡ്രീം ഡ്രൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് തൃപ്പൂണിത്തറയാണ്, ഒരു ഗ്രൗണ്ടിലാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വാഹനത്തിന്റെ റിവ്യൂ ഒന്നും അല്ല, പകരം ഒരു പുതിയതല്ല ഒരു റേസിനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓട്ടോക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസ്. അത് കണ്ടക്ട് ചെയ്യുന്നത് വീറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് ഒരു റേസിംഗിലേക്ക് കടക്കുക, ഈ റേസിംഗിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡ്രീം ഡ്രൈവിൽ. ഓട്ടോക്രോസ് റേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ബിഗിനർ എന്ന നിലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേസാണ് ഓട്ടോക്രോസ്. അത് ഈ ഒരു വീറ്റോളും അതുപോലെ മറ്റു പല ടീംസും എല്ലാ വർഷവും ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പം ഇതിലെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാം. ഇതിപ്പോൾ ഒരു 2 കിലോമീറ്റർ ഉള്ള ട്രാക്കാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ഓടിയെത്തുന്ന ആളാണ് വിന്നർ. അപ്പോൾ അതിനെ ഓരോ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ക്ലാസ്, മോഡിഫൈഡ്, പിന്നെ CC ബേസ് 1400 CC, ലേഡീസ് ക്ലാസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ അമച്ചർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉണ്ട്. അത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏത് വാഹനം, നമ്മുടെ വീട്ടിലുള്ള വാഹനങ്ങൾ വരെ ഈ ഒരു ട്രാക്കിലേക്ക് ഇറക്കാവുന്നതാണ്. സ്റ്റോക്ക് ക്ലാസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അത് തുടക്കക്കാർക്ക് എന്തുകൊണ്ടും ഇറങ്ങാൻ പറ്റിയൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പതിയെ ഓരോ ഇവൻറ്റ്സ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സ്പീഡ് റാലിയിലേക്കൊക്കെ, അതായത് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലേക്കും പിന്നെ വേൾഡ് WRCയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റും നമ്മളെക്കൊണ്ട് ഈ പരിപാടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഡ്രീം ഡ്രൈവിൽ കാണാം. അപ്പം നമ്മുടെ ഓട്ടോക്രോസ് റേസിങ്ങും അതുപോലെ തന്നെ സ്പീഡ് റാലിയിലേക്കൊക്കെ കടക്കേണ്ടവർക്ക് നമ്മുടെ പാലക്കാട് ബേസ്ഡ് ആയിട്ട് ടീം R Sports എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാദമി, ഒരു റാലി ആൻഡ് ഓട്ടോക്രോസ് ട്രെയിനിങ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് നമ്മുടെ റാലി ചാമ്പ്യൻ അഡ്വക്കേറ്റ് ഫാബിദിൻ്റെ ഒരു ട്രെയിനിങ് സെഷനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ടീം R Sportsൻ്റെ എല്ലാം മെയിൻ ഓണർ എന്ന് പറയുന്നത് രാജ പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹമാണ് കൂടെയുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് തിരക്കാം. രാജേട്ടാ നമസ്കാരമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു R Sports എന്നുള്ള ടീമിലേക്ക് വന്നത്? അപ്പോൾ ഇത് കേരള ഫസ്റ്റ് റേസിംഗ് ആൻഡ് വെഹിക്കിൾ പ്രിപ്പറേഷൻ റേസിംഗ് ടീമാണ്. അപ്പോൾ അതുകൂടാതെ പൊതുവെ ബിഗിനേഴ്സുള്ള ഓട്ടോക്രോസ് ട്രെയിനിങ്ങും റാലിക്ക് വരുന്നവർക്ക് വേണ്ടി റാലി ട്രെയിനിങ് അക്കാഡമിയിൽ അത് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഇത് തുടങ്ങിയതാണ്. കൊറോണ ആയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഏതായാലും ഈ ഇയറിൽ നല്ല ലോഞ്ചിങ് ഉണ്ടായിരുന്നു. 2 സെക്ഷൻ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ പിള്ളേർക്ക് പെർഫോം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ അതേപോലെ റാലിയിൽ വന്നിട്ട് 2 പോഡിയം കിട്ടിയായിരുന്നു. ഒന്നും ലേഡീസ് കാറ്റഗറി ആതിര മുരളിക്കും, സെക്കൻഡ് പ്രദീപ് പറഞ്ഞിട്ട് INRC 4 ഓടിച്ചവർക്കും. അത് വലിയ ഒരു ടീം സ്പോർട്സിൻ്റെ വലിയ നേട്ടമാണത്. എല്ലാം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് സക്സസ്ഫുള്ളായിട്ട്. നെക്സ്റ്റ്
നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഓട്ടോക്രോസ് അല്ലെ റാലിയിലേക്ക് വേണ്ടിയുള്ളവർക്ക് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? ട്രെയിനിങ് തരുന്നുണ്ട്. ഓട്ടോക്രോസ് ഓട്ടിക്കാൻ ഓട്ടോക്രോസ് ട്രെയിനിങ് അക്കാദമി ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻ ഫാബി ദാമന ട്രെയിനിങ് തരുന്നത്. അപ്പം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം ഇനി നെക്സ്റ്റ് മന്തിലുണ്ട് അല്ലേ? നെക്സ്റ്റ് മന്ത് ട്രെയിനിങ് സെഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ അതെ ടീം ആർട്ട് സ്പോർട്സിലെ പേജിലുണ്ട്. ടീം ആർട്ട് സ്പോർട്സിൽ ബന്ധപ്പെട്ടാലും അതിൽ നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടും. അപ്പം ഫുൾ സർവീസും അതുപോലെ റെന്റൽ അതെ വെഹിക്കിൾ അപ്ഗ്രേഷൻ ചെയ്ത് തരുന്നുണ്ട്. റാലിയും റേസും ഓട്ടിക്കുന്നവർക്ക് അതിനുള്ള ഒരു ട്രെയിനിങ്ങും അക്കാഡമി ആദ്യം ചെയ്ത് തരുന്നുണ്ട്. നല്ല രീതിയിലുള്ളവർക്ക് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിന്ന് ഡ്രൈവ് എസ്റ്റീമിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉള്ളിലെ സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഈ ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ആർ സ്പോർട്സിൻ്റെ INRC 4 ക്ലാസ്സിൽ ഇറങ്ങുന്ന എസ്റ്റീമാണ്. അപ്പം എന്നോടൊപ്പം ഉള്ളത് ടീം ആർ സ്പോർട്സിൻ്റെ ട്യൂണർ സന്ധ്യനാണ്. സന്ധ്യയുടെ ഇതിൻ്റെ എന്തൊക്കെയാണ് റാലി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതെന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഇതൊരു മെയിനായിട്ട് ചെയ്യുന്നത് ബോഡി സ്ട്രെങ്തനിങ് ആണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് കുറച്ചുണ്ട്. പിന്നെ സ്പെഷ്യൽ ടയേഴ്സ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ റോൾ ബാസ് ആണ്. ഇതിൻ്റെ റോൾ ബാസ് സേഫ്റ്റിക്കും അതിൻ്റെ ബോഡി സ്ട്രെങ്തനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ സീറ്റ്സ് അതേപോലെ 5 പോയിൻ്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. ഹാർനസ് സ്പെഷ്യൽ സീറ്റ്സ് ആണ്. പിന്നെ ടയേഴ്സ് മെയിനായിട്ട് പറയാനുള്ളത് റാലിക്ക് വേണ്ടിയിട്ടുള്ള ടയേഴ്സാണത്. അത് സ്പെഷ്യലി ബിൽഡ് ഫോർ ദിസ് മോട്ടോർ സ്പോർട്സ് ആണ്. അതൊക്കെയാണ്. എൻജിനിൽ മോഡിഫൈ ചെയ്യുന്നത് ECU ആണ്. അതിൻ്റെ പിക്കപ്പിനും പവറിനും വേണ്ടിയിട്ട് ECUം അതേപോലെ എക്സോ സിസ്റ്റം ഇൻടേക്കും നമ്മൾ മോഡിഫൈ ആയിരുന്നു. ഉള്ളിൽ വേറെ സേഫ്റ്റി ഫീച്ചർ ഗിയർ ബോക്സ് ഷോർട്ട് റേഷ്യോ. ഇപ്പോൾ ഈ ഈവെൻറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് റേഷ്യോ ഗിയർ ബോക്സ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റാലിക്ക് വരുമ്പോൾ അത് നോർമലാണ്. കാരണം അത് സ്പെസിഫിക്കേഷൻ അലൗഡ് അല്ല. അതുകൊണ്ട് നോർമൽ ഗിയർ ബോക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഈവെൻറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് റേഷ്യോ ആക്കിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഡ്രീം ഡ്രൈവിലേക്ക് ഈ മോട്ടോർ സ്പോർട്സിനെ ഒക്കെ കുറേ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഷനൂബ് എറണാകുളം ബേസ്ഡ് ആണ്. ഏകദേശം 95 മുതൽ ഈ ഒരു മോട്ടോർ സ്പോർട്സ് രംഗത്ത് സജീവമാണ്. എനിക്കുള്ളൊരു ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ തലമുറയിലെയും പിന്നെ പണ്ടത്തെ ആ ഒരു നിങ്ങളൊക്കെ ഇറങ്ങിയ സമയത്തെ ഉണ്ടായിരുന്ന റേസുകൾ തമ്മിലുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മളിപ്പോൾ ഇറങ്ങുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ സമയത്ത് ഓട്ടോക്രോസസ് ഇല്ല. ആ സമയത്ത് കൂടുതലും അതിനുപരം റാലീസ് കണ്ടമാനം ഉണ്ടാവുമായിരുന്നു പല ഫോമാറ്റിലുള്ള TSD, CS, SS ഫോമാറ്റിൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും CS ഫോമാറ്റിലാണ് ഞങ്ങൾ ഓടി തുടങ്ങിയത്. അതായത് കോമ്പറ്റീവ് സ്റ്റേജ് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ട്രാഫിക് വേണമെങ്കിൽ വരാം. ഇപ്പോഴത്തെ റാലീസ് പോലെ ക്ലോസ്ഡ് അല്ല. ഇപ്പോഴത്തെ റാലീസ് ഭയങ്കര സേഫാണ്.
അന്നത്തെ റാലികളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് ഇന്നത്തെ റാലി ഭയങ്കര സേഫാണ്. സേഫ്റ്റി മെഷേഴ്സും പല പല കാര്യങ്ങളും കുറേ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് സാധാരണ ടീഷർട്ട് ഇട്ടിട്ടാണെങ്കിലും സാധാരണ ബെൽറ്റിട്ട് റാലി ഓടിക്കായിരുന്നു. ഇന്നത് പോയിട്ട് ഓവറോൾസിൻ്റെ ഉള്ളിൽ ഇന്നേഴ്സ് അതിനനുസരിച്ച് എല്ലാത്തിനും അതെ എല്ലാ സാധനവും അതായത് FI ഇത് വെച്ചിട്ട് ഭയങ്കര റെഗുലേഷൻസ് വെച്ച് എല്ലാം, പിന്നെ റോൾ ഗേജസ് എല്ലാം സേഫ്റ്റി മെഷേഴ്സ് കണ്ടമാനമായി. അതുകൊണ്ട് കുറേ സേഫായി റാലീസ് പണ്ടത്തെ റാലീസ് വെച്ച് നോക്കുമ്പോഴേക്ക് ഭയങ്കര സേഫായി. അതുപോലെ നമുക്ക് ഈ ഒരു ഓട്ടോക്രോസിലേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന ആരാണ്? ഇത് എൻ്റെ ഓർമ്മ ഞാൻ കറക്റ്റായിട്ടാണ് ജഡ്ജ് ചെയ്തിട്ടുള്ളതെങ്കിൽ കോട്ടയത്ത് ജെവിൻ ചേട്ടനാണ് ഈ ഇവൻ്റ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്, ഓട്ടോക്രോസ് കൊണ്ടുവരുന്നത്. ഒരു MRFൻ്റെ സ്പോൺസർഷിപ്പോടെ ഉള്ളൊരു ഓട്ടോക്രോസ്. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഈ ഓട്ടോക്രോസ് ഇവിടെ നമ്മളുടെ നാട്ടിൽ തുടങ്ങുന്നത് പുള്ളിക്കാരനാണ്. അത് പക്ഷേ ഒരു വേറൊരു കാലഘട്ടമാണ്, എന്നാലും അതൊരു ഡിഫറെൻ്റ് ആയിട്ട് കുറേ അന്നത്തെ എനിക്കിങ്ങനെ പറഞ്ഞറിയാം. ഞങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ജനറേഷൻ വന്നപ്പോഴത്തേക്കും പണ്ട് ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടാൻ വേണ്ടിയുള്ള ഒരു വേദിയും കൂടി ശരിക്കും പറഞ്ഞാൽ അതൊരു ഫെസ്റ്റിവൽ പോലെയാണ്. കാരണം എല്ലാവരും പല ഇതും കുറേ ടീമുകളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നോമിനൽ ടീംസേ ഉള്ളൂ മോട്ടോർ സ്പോർട്സിൽ. അതായത് മഹീന്ദ്ര, JK, MRF ആണെങ്കിൽ ബാക്കൗട്ട്. അന്ന് കണ്ടമാനം ടീമുകളുണ്ടായിരുന്നു. MRF, JK, ടീം പാരൽ, JCT ടീം, അങ്ങനെ കുറേ ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ വന്നിട്ട് അവരുടെ സെറ്റപ്പും നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഉത്സവത്തിൽ ചെന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം കൂടെ അങ്ങനെ ഒരു പഴയ കാലഘട്ടത്തിലെ കൂട്ടായ്മ പോലെ ഉറപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം മോട്ടോർ സ്പോർട്സ് ഒരു വെറുപ്പ് വെച്ച് നിൽക്കാവുന്ന ഒരു ഫീൽഡല്ല. ആർക്കാണ് എപ്പോഴാണ് ഒരാൾ ആവശ്യം വരുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫാമിലി ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര യൂണിറ്റ് ആയിട്ട് തന്നെ പോകണം. നമ്മളൊക്കെ മാക്സിമം അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനത്തെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് കൂടെ തന്നെ എടുക്കുന്നത് ഇതെല്ലാം. താങ്ക് യു. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലെ വിന്നേഴ്സായിരുന്ന 2 പേരാണ്. ഒന്നെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഫാബിത്, റാലി ചാമ്പ്യനാണ്, ഇത്തവണത്തെ 2021 ചാമ്പ്യനാണ്. ഒന്നെന്ന് പറയുന്നത് രഞ്ജിത്തേട്ടനാണ്. രഞ്ജിത്തേട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 1993 ആദ്യമായിട്ട് റാലിയിൽ ഇറങ്ങുന്നത്. ആ സമയത്ത്, അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്ന ആ സമയത്ത് റാലി ഓടിച്ച് വിന്നായിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹവും ഞാനൊക്കെ ന്യൂ ജനറേഷൻ ആ ഒരു ടീമിൽ പെടുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, പണ്ടത്തെ റാലിയും ഇപ്പോഴത്തെ ആ ഒരു എന്താ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ബൈക്കാണ് ഓടിച്ചിരുന്നത്. ബൈക്കിൽ ഞങ്ങൾ നാവിഗേറ്ററും കൂടി ക്യാരി ചെയ്തിട്ടായിരുന്നു അന്ന് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതേപോലെ റാലിക്ക് മുമ്പേ ഇറക്കി റൈഡോ ഒന്നുമില്ല. റാലി തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ടുലിപ്പ് ചാർട്ട് തരും. നാവിഗേറ്റർ അത് ഫോളോ ചെയ്ത് പറയും, ഞങ്ങളതനുസരിച്ച് ഓടിക്കും. മിക്കവാറും ആ കാലഘട്ടത്തിലെ റാലീസ് എല്ലാം രാത്രിയായിരുന്നു. ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ എന്താ പറയുക, പണ്ട് റാലി ഒരു റൈഡർ വഴിതെറ്റി ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ഇന്നിപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ജൂനിയർ ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പോൾ NRC3 ചാമ്പ്യൻഷിപ്പ് 2020 സീസണിൽ NRC3 ചാമ്പ്യൻ, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചാമ്പ്യനൂടെയാണ്. പാലക്കാട് ബേസ്ഡ് ആണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ വളർന്നു വരുന്ന മോട്ടോർ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താ എബൌട്ട് റാലി അല്ലെങ്കിൽ ഓട്ടോക്രോസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഓട്ടോക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അറൗണ്ട് ഇപ്പോൾ നമ്മുടെ കേരളയിൽ തന്നെ ഓൾമോസ്റ്റ് 50-55 എൻട്രീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ടും ചീപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഓട്ടോക്രോസ്. അപ്പോൾ ഇതിൽ നന്നായി ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാവലിലുള്ള ഗ്രിപ്പ് ലെവൽസിലൊക്കെ ആയിട്ടൊരു ഇഫ് യു ആർ ഏബിൾ ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ദിസ് എൻവയൺമെൻറ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് റാലി. റാലി എന്ന് പറയുമ്പോൾ സ്പീഡ് വിൽ ബി ഹയർ, റിസ്ക് വിൽ ബി ഹയർ, എക്സ്പെൻസ് വിൽ ബി ഹയർ. അപ്പോൾ എപ്പോഴും
ഈ റാലിയിലേക്കൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ എപ്പോഴും ഏറ്റവും ആദ്യം ഒരു 1-2 അല്ലെങ്കിൽ മേ ബി 5 ഓട്ടോക്രോസ് ഇവൻറ്റ്സ് ഒക്കെ ഓടിച്ച് നന്നായി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് റാലിയിലേക്ക് വരാം. ഓക്കെ താങ്ക് യു. അപ്പം മോട്ടോർ സ്പോർട്സിൽ എല്ലാ ഇപ്പോൾ ഇതുപോലെ താല്പര്യമുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഞങ്ങളെല്ലാം കൂടെ. കാര്യം എല്ലാവരുടെയും ഒരു പ്രയത്നം ഉണ്ടെങ്കിലേ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ കൂടെ മോട്ടോർ സ്പോർട്സ് ഒന്ന് ഡെവലപ്പായി വരത്തുള്ളൂ. കാര്യം മറ്റു സ്പോർട്സ് പോലെ ഇപ്പം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ പോലെ ഒരുപാട് പേര് സ്പോൺസർഷിപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മോട്ടോർ സ്പോർട്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. അതുകൊണ്ട് മാക്സിമം ഞങ്ങളെല്ലാവരും മോട്ടോർ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ളവരൊക്കെ നമ്മളെയൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഓൾവേസ് വെൽക്കം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഓട്ടോക്രോസ് റേസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഒരു റേസിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് റേസ് ആണ് ഓട്ടോക്രോസ് റേസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് V12 സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു V12ൻ്റെ പേജിൽ ഇവർ നടത്തുന്ന ഇവൻറ്റ്സും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. എപ്പോഴൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ട്. അത് ഈ ഒരു കാർ റേസിംഗ് മാത്രമല്ല, ബൈക്ക് റേസിംഗ്, ഓഫ് റോഡ് റേസിംഗ്, ഇനി ഇതേ ട്രക്ക് റേസിംഗ് ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ഒന്ന് V12നെയൊക്കെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ആതിര മുരളി സൈനിങ് ഔട്ട്.